ചായക്കുള്ള വകുപ്പായി. കുറച്ചോണ ഈ തണ്ടിയാ. എത്ര കാലമായി കണ്ടിട്ട് ഒറ്റക്ക് ഒരു ചായ പിടിക്കുന്ന? ഇപ്പോഴത്തെ കാലത്ത് ചായ ഒന്നും ഒറ്റക്ക് കുടിക്കരുത്. പരിപ്പോടാ, ഫുൾ പരിപ്പോടെ കഴിച്ച കാലം മറന്ന്. എടാ ഒരു 100 പൈസ ഉണ്ടെങ്കിൽ ഒരു ചായയും പരിപ്പോടും വാങ്ങിക്കൂടെ? ഒരു മാറ്റമില്ലടാ എനിക്ക്. സാലറി വന്നിട്ടില്ല കൈ, അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ വാങ്ങിച്ചാലടാ പരിപ്പോടാ. മോനെ ഒരു പരിപ്പോട് കൊടുത്ത. എടാ അതുകൊണ്ടല്ലടാ, ഓൾറെഡി ഹോർമോൺസ് അടച്ചിരിക്കുകയാണ്. സാധനങ്ങൾ മര്യാദയ്ക്ക് വരുന്നില്ല. കമ്പനിയാണെങ്കിൽ പണിയില്ല, ശമ്പളവും. ഈ പോക്ക് വേണമെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരും. ഈ 100 പൈസന്റെ പരിപ്പോടെ കൊണ്ടിട്ട് നീ നേടാ അങ്ങ് ഹോർമോൺസിലേക്ക് പോകുന്നു. എടാ നമുക്ക് 4 നേരം ചെറിയ പൈസക്ക് വയറ് നിറയാൻ ഫുഡ് കഴിക്കാനല്ല ഒരു പൈസ കുടിച്ചാലോ? അതൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ച് നോക്കിയാ, നല്ല ക്വാളിറ്റിയിൽ ഫ്രഷ് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ചെറിയ റേറ്റിൽ കിട്ടുന്നത്. നീ മനുഷ്യനെ കൊതിപ്പിക്കാണ്ട് കാര്യം പറ. ഇന്ന് വെയിറ്റ് ചെയ്യ്, കമ്മിങ് സൂണാണ്. വന്നേ നീ ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. വെജ് മീ സംഭവം ദുബായിലൊക്കെ ട്രെൻഡിങ് ആണ്. അതല്ല ഇതെപ്പോഴാ ഓപ്പണിങ്? അതല്ല ഞാൻ പറഞ്ഞേ, ഓപ്പണിംഗ് സൂണാണ്. ഇത് പൊളിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഓർമ്മ ഉണ്ടല്ലോ. അഫോർഡബിലിറ്റി, ക്വാളിറ്റി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, പിന്നെ ഹൈജീൻ. യെസ്. അപ്പൊ ചായയുടെ കൂടെ ഇനി പരിപ്പട മാത്രമല്ല കമ്പനി.